നമസ്കാരം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മൈക്രോസോഫ്റ്റ് വേർഡ്. അതിന്റെ ബേസിക്സ് നോക്കാം. Objectives of this presentation: start Word and understand the ways to view your document. എങ്ങനെ വേർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം, അന്നേരം എങ്ങനെ നമുക്ക് ഒരു വേർഡിൽ ഉണ്ടാക്കിയ ഡോക്യുമെന്റ് നമുക്ക് കാണാൻ കഴിയും. Enter the text in a document and navigate a document. ഒരു കണ്ടന്റ് എങ്ങനെ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് ആ കണ്ടന്റ് ടൈപ്പ് ചെയ്തതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. യൂസ് ഓഫ് ബാക്ക് സ്പേസ് ആൻഡ് ഡിലീറ്റ് ടു കറക്റ്റ് എറേഴ്സ്. അടുത്ത പോയിന്റ്, സേവ് എ ഡോക്യുമെന്റ്. ഓപ്പണിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. വേർഡിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫയലുകൾക്കും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡോക്യുമെന്റ് എന്നുള്ള പേരിലാണ് നാം അറിയപ്പെടുന്നത്. യൂസിങ് ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ. നമുക്ക് കമ്പ്യൂട്ടറിൽ വേറെ ഒന്നും കാണിക്കാതെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ പോലെ തന്നെ ഫുൾ സ്ക്രീനിൽ നമുക്ക് ഒരു വേർഡിന്റെ ഡോക്യുമെന്റ് എങ്ങനെ വായിക്കാൻ പറ്റും. ചേഞ്ച് ദ പേജ് ഓറിയന്റേഷൻ ഓഫ് എ ഡോക്യുമെന്റ്. നമുക്ക് ലെങ്ത് വൈസ് ആയിട്ടോ വിഡ്ത് വൈസ് ആയിട്ടാണോ നമുക്ക് പേപ്പർ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്, അതിനാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പ്രിവ്യൂ ആൻഡ് പ്രിന്റ് എ ഡോക്യുമെന്റ്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് ആ പേജ് പ്രിന്റ് ഔട്ട് എടുത്താൽ എങ്ങനെ കാണാൻ സാധിക്കും, അതിനാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ പ്രിന്റിങ് എങ്ങനെ നടത്തിയെടുക്കാൻ പറ്റും, ആവശ്യം കഴിഞ്ഞ വേർഡിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം. ഇതൊക്കെയാണ് ഈ കറണ്ട് സെഷൻ കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന കുറെ ടെർമിനോളജിക്കൽ ടേംസിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഡ്രാഫ്റ്റ് വ്യൂ, ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ, ഇൻസേർഷൻ പോയിന്റ്, ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ, ഔട്ട്ലൈൻ വ്യൂ, പോർട്രേറ്റ് ഓറിയന്റേഷൻ, print layout view, quick access toolbar, ribbon, status bar, toolbar, view button, web layout view, word processing, word wrap, zoom. ഇങ്ങനെയുള്ള വിവിധങ്ങളായ വാക്കുകളുണ്ട്. ഇതെല്ലാം ഒരു വേർഡ് ഡോക്യുമെന്റ് MS വേർഡിന്റെ പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വാക്കുകളാണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പോയിന്റ്സ് എല്ലാം തന്നെ. ഈ വാക്കുകളെല്ലാം ഈ സെഷൻ കഴിയുന്നതോടുകൂടി നമുക്ക് ഫെമിലിയർ ആവും. നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കുന്ന രീതിയിലായി മാറിക്കോളും. പേരൊക്കെ തന്നെ ഇപ്പം ഈ പേരുകളെല്ലാം കേട്ട് നിങ്ങൾ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസ്സിംഗ്. Word processing is the use of computer software to enter and edit text. ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡേറ്റ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയും അതിനെ എഡിറ്റ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ചെയ്യുന്ന പ്രോസസ്സിങ്ങിനെയാണെന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. യു ക്യാൻ ഈസിലി ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ന്യൂസ് ലെറ്റേഴ്സ് വിത്ത് എന്താണ് പിക്ചേഴ്സ് ആൻഡ് ഗ്രാഫിക്സും പടങ്ങളും ഒക്കെ ചേർന്നുള്ള ന്യൂസ് ലെറ്റേഴ്സ്. പത്രം കാണാറില്ലേ, അതേപോലുള്ള സാധനങ്ങൾ നമ്മൾ റിപ്പോർട്ട്, ഇപ്പം ഒരു സർട്ടിഫിക്കറ്റ് ടൈപ്പ് സാധനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ റിസൾട്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബയോഡാറ്റ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് നമുക്ക് ഉപയോഗിക്കും. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിക്കാരുണ്ടാക്കുന്ന മൈക്രോസോഫ്റ്റ് വേർഡ്. MS ഓഫീസ് സൂട്ടിനകത്തുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്റ്റാർട്ടിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ MS വേർഡ്. MS stands for Microsoft. Click the start button on the taskbar. All programs on the start menu. മൈക്രോസോഫ്റ്റ് ഫോൾഡർ കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് വേർഡ് ക്ലിക്ക് ചെയ്ത് എടുക്കുക. ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. വേർഡ് 7 വേർഡ് 10 വേർഡ് 13 വേർഡ് 16 ഇങ്ങനെയൊക്കെ പോകും. ഓരോരോ ചെറിയ ചെറിയ അഡ്വാൻസ് ഫീച്ചേഴ്സുകൾ പ്രൈമറി ലെവലിൽ നോക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇന്റർഫേസിലാണ് ഈ പ്രസന്റേഷൻ ഞാൻ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ടിംഗ് വേർഡ് കണ്ടിന്യൂ. ഓപ്പണിംഗ് സ്ക്രീൻ ഇൻ വേർഡ്. ഒരു വേർഡ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് കാണുന്ന ഒരു സ്ക്രീനിന്റെ ലേഔട്ട് ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം.
ആദ്യം നമുക്ക് എന്താണ് ടാബുകൾ എന്ന് നോക്കാം. ടാബ് കണ്ട അതിന്റെ മേളിലായിട്ട് ഡിഫറെന്റ് ടാബുകളുണ്ട്. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ മൊബൈൽ ഡിവൈസിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറുതായി അതുകൊണ്ട് വായിക്കുന്നത്. പേജ് ലേഔട്ട് ടാബ്, കമ്പ്യൂട്ടർ സ്ക്രീനിലാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. പേജ് ലേഔട്ട് ടാബ്, അങ്ങനെ ഡിഫറെന്റ് ആയ ടാബുകളുണ്ട്. ഓരോ ടാബിന്റെ താഴെയും ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ ഹോം ടാബ് എടുത്ത് ക്ലിക്ക് ചെയ്താൽ ഹോം ടാബിന് മൾട്ടിപ്പിൾ എന്താണ് ടാബുകൾ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് മൾട്ടിപ്പിൾ ഡിവിഷൻസ് ഉണ്ടാവും. ഹോം ടാബിനകത്ത് കണ്ടില്ലേ ക്ലിപ്പ് ബോർഡ്, എന്താണ് ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായ സബ് ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ കുറെ ടാബുകളും അതിനകത്ത് ഓരോന്നിനും സബ് ഡിവിഷൻസ് ഉണ്ടാവും. അതിന് മെനു സബ് മെനു എന്ന് പറയുന്നതിന് പകരം ഇവിടെ ടാബും സബ് ടാബുകളുമാണ്. ഇനി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്നത്. ടാബുകളുടെ മേലിലായിട്ട് എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടാവും. അന്നേരം ഇത് പറഞ്ഞാൽ ടാബുകളിൽ തന്നെ ഫയൽ ടാബ്, ഏറ്റവും ആദ്യം കാണുന്ന ടാബിന്റെ പേരാണ് ഫയൽ ടാബ്. അത് കഴിഞ്ഞ് കാണുന്ന ഹോം ടാബ്. അതിന് പല ടാബുകളുണ്ട്. അതിനകത്ത് ഒരു ടാബിന്റെ പേരാണ് ഫയൽ. ഹോം എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് പറയും, ഹോം ടാബിന്റെ താഴെയുള്ള സബ് ടാബുകളായിരിക്കും കാണിക്കും. കാരണം സബ് ടാബുകൾ കാണിക്കാൻ വേണ്ടി ഒരു കോമൺ സ്ഥലമുണ്ട്. ആ കോമൺ സ്ഥലത്തിന് പറയുന്ന പേരാണ് റിബൺ എന്ന് പറയുന്നത്. എന്നാൽ റിബണിലാണ് ഓരോ ടാബിന്റെ സബ് ഐറ്റംസ് കാണിച്ചിരുന്നത്. ഈ റിബൺസ് ചിലപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് കൊളാപ്സ് ചെയ്ത് വേണേ വെക്കാം. അങ്ങനെയാണെങ്കിൽ വ്യൂ എടുത്ത് ഷോ റിബൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിബൺ ആൾവേസ് ആക്കി വെക്കാം. ഓരോ ടാബിന്റെയും അടിയിലുള്ള ഇൻഫർമേഷൻസ് സബ് ടാബ് ഐറ്റംസ് കാണിക്കാനുള്ള സ്ഥലമാണെന്ന് പറയുന്നത് റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ഈ പടം വരയ്ക്കുന്ന പാർട്ട് എല്ലാം കൂടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ. അതാണ് ഇൻസർഷൻ ബാർ. അവിടെയാണ് കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇനി അതിന് ഏറ്റവും താഴെയായിട്ട് എന്തുണ്ട്, സ്റ്റാറ്റസ് ബാർ ഉണ്ട്. അതിൽ എത്ര എല്ലാ പേജിലാണ്, ഇത്ര അക്ഷരമുണ്ട്, ഇത്ര കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലമാണ് സ്റ്റാറ്റസ് ബാർ. പിന്നെ അതിനകത്താണ് ഒരു വ്യൂ ബട്ടൺ ഉണ്ട്. പല പെർഫോമൻസിൽ കാണാനുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ സൂം സ്ലൈഡർ ഉണ്ട്. സൂം സ്ലൈഡറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ സൂമിനകത്തുള്ള സ്ക്രോൾ ബാർ പിടിച്ച് സൂം സ്ലൈഡറിന്റെ സ്ക്രോൾ ബാർ നീക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വ്യൂ വിഷൻ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യും. അത് വ്യൂ ടാബ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് സൂം സ്ലൈഡർ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ നമ്മൾ ഈ ഭാഗത്തായിട്ട് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ട്. അതേപോലെ താഴെ ഐറ്റം സ്ക്രോൾ ഉണ്ട്. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും കാര്യങ്ങളും വരും. ദിസ് ഈസ് എ പ്രൈമറി ഇന്റർഫേസ്. എന്തൊക്കെയാണ് അവിടെ ടാബുകളുണ്ട്. ടാബിന്റെ താഴെ റിബൺ, ടാബിന്റെ ഇൻഫർമേഷൻ റിബണിൽ കാണാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഡാറ്റ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഇൻസർഷൻ പോയിന്റ് അല്ലെങ്കിൽ ഇൻസർഷൻ ഏരിയ ഓഫ് ദ ഡോക്യുമെന്റ് എന്ന് പറയാം. സ്റ്റാറ്റസ് ബാർ ഉണ്ട്, വ്യൂ ബട്ടൺ ഉണ്ട്, സൂം സ്ലൈഡർ ഉണ്ട്. ഓക്കെ, ക്ലിയർ. ഐഡന്റിഫൈയിങ് ദ പാർട്സ് ഓഫ് ദ വേർഡ് പ്രോഗ്രാം വിൻഡോ. ആദ്യ റിബൺ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, പെട്ടെന്ന് വായിച്ചു. റിബൺ കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ വർക്കിംഗ് വിത്ത് ദ ഡോക്യുമെന്റ്സ്, ഓർഗനൈസ്ഡ് ബൈ ടാബ്സ്. ഓരോ ടാബ്സിലുള്ള സാധനങ്ങളിലെ കമാൻഡ്സ് ആണ് റിബണിക്കാറുന്നത്. ക്വിക്ക് ആക്സസ് കണ്ടെയ്ൻസ് ബട്ടൺസ് ഫോർ കോമൺ കമാൻഡ്സ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ബട്ടൺസിന്റെ ഐക്കോൺസ് ആയിരിക്കും അവിടെ കാണുന്നത്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്നത്. അടുത്ത ഇൻസർഷൻ പോയിന്റ് ഷോസ് വെയർ ടെക്സ്റ്റ് വിൽ അപ്പിയർ വെൻ യു ബിഗിൻ ടൈപ്പിംഗ്. അടുത്ത സ്റ്റാറ്റസ് ബാർ ഡിസ്പ്ലേ ഇൻഫർമേഷൻ അബൌട്ട് കറന്റ് ഡോക്യുമെന്റ് ആൻഡ് പ്രോസസ്സസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന പേജിലാണ് ഇന്ന അത്ര അക്ഷരം അടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കാണാം. വ്യൂ ബട്ടൺ അലോസ് യു ടു ചേഞ്ച് വ്യൂ ക്വിക്ക്ലി. വ്യൂ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് ആയുള്ള വ്യൂസിലോട്ട് നമുക്ക് മാറാൻ പറ്റും. സൂം സ്ലൈഡർ നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സൈസ് ഓഫ് ദ ഡോക്യുമെന്റ് ഓൺ എ സ്ക്രീൻ. അടുത്ത ഡോക്യുമെന്റ് വ്യൂസ്, ഡിഫറെന്റ് ആയുള്ള വ്യൂസിനെ കുറിച്ച് വ്യൂസ് ഉപയോഗിച്ച് മാറി കാണാന്ന് പറഞ്ഞു. ഒന്നാമത്തെയാണ് പ്രിന്റ് ലേഔട്ട് വ്യൂ. നോർമലി നമ്മൾ കാണുന്ന വ്യൂ ആണ് പ്രിന്റ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. പ്രിന്റ് ലേഔട്ട് വ്യൂ ഷോസ് how a document will look when it is printed. അടുത്ത full screen reading view shows text on the screen in the format that is easy to read and hides the ribbon. അതിന്റെ മേലുള്ള റിബൺ ഏരിയ എല്ലാം ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഫുൾ സ്ക്രീൻ റീഡിംഗ്. നമുക്ക് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെന്റ് ഒരു വെബ് പേജിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും. ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് are creates the way they should be appear in a web browser. വെബ് ബ്രൗസറിൽ വിളിച്ചാൽ എങ്ങനെ കാണുമെന്ന് കാണുന്ന വ്യൂ ആണ് എന്താണ് വെബ് ലേഔട്ട് വ്യൂ. Outline view displays headings and text in a outline format, so you can see the structure of your document and recognize easily. And outline methodology like headings paragraph. Draft view
Display only the text of the document used without showing the arrangement of the text. If the document includes any pictures, they would not. അപ്പോൾ ഡ്രാഫ്റ്റ് വ്യൂവിൽ മാറ്റർ മാത്രമേ കാണിച്ചു തരത്തുള്ളൂ. പടങ്ങളോ ഗ്രാഫിക്സോ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കാണും. ഡിഫറെന്റ് വ്യൂസ് ഏതൊക്കെയാണ്? പ്രിന്റ് ലേഔട്ട് വ്യൂ, ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ, വെബ് ലേഔട്ട് വ്യൂ, ഔട്ട്ലൈൻ വ്യൂ ആൻഡ് ഡ്രാഫ്റ്റ് വ്യൂ. Inserting text and understanding word wrap. To enter a text in a document, begin typing. When you reach the right margin, type ചെയ്ത് ആ ലൈൻ്റെ അവസാനം എത്തിയ ടെക്സ്റ്റ് കണ്ടിന്യൂസ് ടു ദ നെക്സ്റ്റ് ലൈൻ. ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിലോട്ട് പോകും. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റർ കീ പ്രസ് ചെയ്യാൻ പാടില്ല. ദിസ് ഫീച്ചർ ഈസ് കാൾഡ് വാട്ട്? വേർഡ് റാപ്പ്. എന്നാൽ വിൻഡോയുടെ സൈസ് അനുസരിച്ച് അടുത്ത ലൈനിലോട്ട് ടെക്സ്റ്റ് പോകുന്ന ആ മെത്തേഡിനെ, ആ ഫീച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? വേർഡ് റാപ്പ് ഫീച്ചർ എന്നാണ്. When you press the enter key, a blank line is inserted angrily. കീബോർഡിൽ enter key പ്രസ് ചെയ്യുമ്പോൾ ഒരു blank line അല്ലെങ്കിൽ ഇൻസർഷൻ ക്യാരക്ടർ, enter key ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യും. യു സ്റ്റാർട്ട് എ ന്യൂ പാരഗ്രാഫ്. അന്നേരം 3 ലൈനിലായിട്ട് കാണുന്നത് ചിലപ്പോൾ ഒറ്റ പാരഗ്രാഫ് ആയിരിക്കും. എപ്പോഴാണ് enter key പ്രസ് ചെയ്യുക അന്നേരം മാത്രമേ എന്താവുള്ളൂ? ഡോക്യുമെന്റിനകത്ത് അടുത്ത പാരഗ്രാഫ് ആയിട്ട് വരുള്ളൂ. അന്നേരം ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു enter key വേണം. അന്നേരം ഒരു ലൈൻ കഴിഞ്ഞിട്ട് ഒരു എവിടെയെങ്കിലും വെച്ചൊരു എൻ്റർ കീ പ്രസ് ചെയ്താൽ പിന്നെ തുടങ്ങുന്ന എന്തായിരിക്കും? ഒരു പുതിയ പാരഗ്രാഫ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് സ്ക്രീനിന്റെ റൈറ്റ് മാർജിൻ എടുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അടുത്ത ലൈനിലോട്ട് പോകുന്ന ഫീച്ചറിനെ നമ്മൾ എന്ത് പറയും? വേർഡ് റാപ്പ് എന്ന് പറയും. നാവിഗേറ്റിംഗ് എ വേർഡ് ഡോക്യുമെന്റ്. To enter or edit, you use mouse or keyboard to reposition the insertion point. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു മൗസ് ഉപയോഗിച്ച് നമുക്ക് എവിടെ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം തീരുമാനിക്കും. അവിടെ കൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പോയിന്റ് ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. To move the mouse until the insertion point is where you want to appear. അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. The keyboard, there are many options of the keys to use, including arrows, page down, page up and shortcut keys. നമ്മൾ ഒരു ലൈൻ്റെ അവസാനത്തോട്ടും തുടക്കത്തിലോട്ട് പോകാൻ കീസ് ഉണ്ട്. അപ്പ് ആരോ, ഡൗൺ ആരോസ് ഉണ്ട്, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ ഉണ്ട്, പേജ് ഡൗൺ, പേജ് അപ്പ് ഉണ്ട്. ഇങ്ങനെ പല കീബോർഡ് ഉപയോഗിച്ചും മൗസ് ഉപയോഗിച്ചും നമുക്ക് ഒരു ഡോക്യുമെന്റിൽ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. നാവിഗേറ്റിംഗ് ഷോർട്ട് കട്ട്സ് കണ്ടോ? നിങ്ങൾ ഇത് പോസ് ചെയ്ത് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്ത് മനസ്സിലാക്കാൻ വെക്കണം. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. ഈ സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് കാണുമോ? റൈറ്റ് ആരോ ഒരു ക്യാരക്ടർ റൈറ്റിലോട്ട് പോകാൻ, ലെഫ്റ്റ് ആരോ ലെഫ്റ്റ് വൺ ക്യാരക്ടർ, ഡൗൺ ആരോ അടുത്ത ലൈനിലോട്ട് പോകാൻ, അപ്പ് ആരോ പ്രീവിയസ് ലൈൻ, എൻഡ് ഒരു ലൈനിന്റെ അവസാനത്തോട്ട് പോകാൻ, ഹോം കീ ഒരു ലൈനിന്റെ ബിഗിനിങ്ങിലോട്ട് പോകാൻ, പേജ് ഡൗൺ നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ, പേജ് അപ്പ് പ്രീവിയസ് പേജിലോട്ട് പോകാൻ, കൺട്രോൾ റൈറ്റ് ആരോ, കൺട്രോൾ റൈറ്റ് ആണ് ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് വേർഡ്, വേർഡ് ബൈ വേർഡ് ആയിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രീവിയസ് വേർഡ്, കൺട്രോൾ എൻഡ് എന്താണ്? ഡോക്യുമെന്റിന്റെ തന്നെ അവസാനത്തോട്ട് പോകാൻ, കൺട്രോൾ ഹോം എന്താണ്? ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ പോകാൻ. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന കുറെ ഷോർട്ട് കട്ട്സ് ആണ്. ജനറലി പബ്ലിക് എക്സാമിനേഷനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സാമിനേഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് കീവേഡ്സ് ആണ്. ഈ ഭാഗം വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്ത് വെച്ചിട്ട്, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതി കുറിച്ച് വെക്കുക. പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ബാക്ക് സ്പേസ് ആൻഡ് ഡിലീറ്റ് കീസ്. അക്ഷരങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കീസ് ആണ് ബാക്ക് സ്പേസ് കീസ്. ഡിലീറ്റ് ചെയ്യാൻ ബാക്ക് സ്പേസും ഡിലീറ്റ് കീ. ഡിലീറ്റ് the character to the left of the insertion point. അന്നേരം ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ച് എവിടാണോ ഇപ്പൊ നമ്മുടെ പൊസിഷൻ അതിന്റെ ജസ്റ്റ് മുമ്പത്തെ ക്യാരക്ടർ ആയിരിക്കും ചെയ്യുന്നത്. ഡിലീറ്റ് എ ക്യാരക്ടർ ടു ദ റൈറ്റ് ഓഫ് ദ ഇൻസർഷൻ. എവിടെ നിൽക്കുന്നു അതിന്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ കളയാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡിലീറ്റ് കീ. കീബോർഡിൽ 2 കീ ഉണ്ട്, ഡിലീറ്റ് കീ ഉണ്ട്, എന്താണ് ബാക്ക് സ്പേസ് കീ ഉണ്ട്. നമ്പർ ലൈനുള്ള അതിന്റെ നമ്പേഴ്സ് ഒക്കെ 1 2 3 കീബോർഡിന് ടോപ്പിലായിട്ട് ഏറ്റവും റൈറ്റ് എൻഡിലായിട്ട് ഉള്ള ഒരു ആരോ ഉള്ള സിമ്പൽ ഉണ്ട്, അതാണ് ബാക്ക് സ്പേസ് കീ. സേവിങ് എ ഡോക്യുമെന്റ്. ടു സേവ് എ ഡോക്യുമെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, വീണ്ടും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിൻഡോസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ്, വിൻഡോസ് എൻവയോൺമെന്റിൽ എന്ത് സേവ് ചെയ്യാനും എന്താണ് നമ്മൾ സ്ഥിരം ഒരേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സേവും സേവാസും ഉണ്ട്. സേവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ടൈം ചോദിക്കുമ്പോൾ സേവാസ് മെനുവിലോട്ട് പോകും. നമ്മൾ ഫോൾഡർ ചൂസ് ചെയ്യണം, ഡ്രൈവ് ചൂസ് ചെയ്യണം. ഓക്കെ, ഒരെണ്ണം ഉള്ളതിന്റെ പിന്നെ മോഡിഫിക്കേഷൻ വരുത്തിയ സേവ് കമാൻഡ് ഉപയോഗിക്കാം. സേവാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിലവിലുള്ള ഫയൽസിന് തന്നെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാനും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെയാണ് വേർഡിനും ഇനി പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിലെല്ലാം സേവും സേവാസും വിൻഡോസിന്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ആ സമയത്ത് വരുന്ന ഡയലോഗ് ബോക്സ് ആണ് സേവ് ഡയലോഗ് ബോക്സും സേവാസ് ഡയലോഗ് ബോക്സും. ഓക്കെ, ഇതാർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വിൻഡോസിൽ സെഷൻ പഠിച്ചുള്ള ഭാഗം വീഡിയോസ് എടുത്ത് നിങ്ങൾ നോക്കൂ. സേവിങ് എ ഡോക്യുമെന്റ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
ഉണ്ടോ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സേവ് ഡയലോഗ് ബോക്സ് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ തന്നെ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകാണ്ടിരിക്കുന്ന ടോപ്പിക് MS വേർഡ് ആണ്. ഇന്നലെ വരെ കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു. അതിന് നമ്മൾ MS വേർഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇന്നലെ വരെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് ഓഫീസ് ഓട്ടോമേഷൻ എന്നോ നമ്മുടെ MS ഓഫീസ് എന്നോ ഉള്ള ഒരു ഫോൾഡറിനകത്ത് വേർഡ് എന്നാണ് ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്താണ് ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ കൊടുക്കുക, ഫോൾഡർ ഉണ്ടാക്കാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ സ്റ്റോർ ചെയ്യുന്ന ഫയൽ എവിടെ പോവുള്ളൂ? ആ ഫോൾഡറിനകത്തോട്ടായിരിക്കും പോകുന്നത്. ഫോൾഡർ ഉണ്ടാക്കാൻ നമുക്ക് മേളിൽ എഴുതി കാണിച്ചാൽ അവിടെ ന്യൂ ബട്ടൺ എന്നുള്ള ന്യൂ ഫോൾഡർ ഉള്ള ഫെസിലിറ്റി സേവാസ് വിൻഡോയിലും ഡയലോഗ് ബോക്സിലും നമുക്ക് കിട്ടുന്നതാണ്. ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോൾഡറിൽ നമ്മൾ എക്സ്പ്ലോറർ വഴി ഫോൾഡർ ഉണ്ടാക്കി ഇവിടെ വന്ന ഡ്രൈവും ഫോൾഡറും ഒക്കെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ട് സേവ് ചെയ്യാം. വേർഡിൽ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെല്ലാം നോർമൽ കേസിൽ DOCX എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഡോക്ക് എക്സ് എന്താണ് എക്സ്റ്റൻഷൻ? DOCX എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ഇനി ഫയൽ ABC എന്നാണെങ്കിൽ ABC.docs. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫയലിന്റെ പേര് ബേസ് പാർട്ടിന് ABC ആണ്, എക്സ്റ്റൻഷൻ പാർട്ട് docx ആണ്. അതാണ് ടൈപ്പ് വേർഡ് ഫയൽ. ഓക്കെ, ലൊക്കേറ്റിംഗ് ആൻഡ് ഓപ്പണിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ. അതായത് നമ്മൾ ഫയൽ എടുക്കണമെങ്കിൽ ഫ്രം ദ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക, നാവിഗേഷൻ ബാറിലുള്ള എന്താണ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ മാർഗം എന്താണ്? റീസെന്റ് എന്ന് കൊടുത്താൽ അവസാനം നമ്മൾ ചെയ്തിട്ടുള്ള ഫയൽസ് എല്ലാം റീസെന്റ് ഓപ്പൺ ലിസ്റ്റിക് ആണ്. അവിടെ നമുക്ക് തലേദിവസം ചെയ്തോ കുറച്ച് മുമ്പ് ചെയ്ത ഫയലൊക്കെ റീസെന്റ് ഡോക്യുമെന്റ് ലിസ്റ്റിക് ആണ്. പുതിയതായിട്ടൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കാനാണെങ്കിൽ എന്താണ്? ന്യൂ ആണ് നമ്മൾ വിളിക്കേണ്ടത്. സൂമിങ് എ ഡോക്യുമെന്റ്. നമുക്കൊരു ഫയല് വലുതാക്കിയും ചെറുതാക്കിയും കാണാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് വേണം? സൂം. യു ക്യാൻ യൂസ് ദ സൂം ഫീച്ചർ ടു മാഗ്നിഫൈ ആൻഡ് റെഡ്യൂസ് യുവർ ഡോക്യുമെന്റ് ഓൺ എ സ്ക്രീൻ. നേരത്തെ ഞാൻ കാണിച്ചതാണ്. Zoom percentage is 100% shows the document at its normal size. The easiest way to change the zoom percentage is to drag the zoom slider at the bottom of the screen. നേരത്തെ സ്ക്രീൻ ഡയഗ്രം കാണിച്ചപ്പോൾ പഠിപ്പിച്ചൊന്നില്ലേ? അതിനെ സൂം സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം മിനിമത്തിലോട്ട് നമുക്ക് സൈസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സ്വിച്ചിങ് ടു ഫുൾ സ്ക്രീൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിന്റെ ടോപ്പിക് കാണുന്ന റിബൺ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീനിലായിട്ട് നമ്മുടെ കണ്ടന്റ് വായിക്കുന്ന പരുവത്തിലാക്കണമെന്നുണ്ടെങ്കിലാണ് ഫുൾ സ്ക്രീൻ. Full screen reading view removes the ribbon and status bar from the screen. Ribbon is replaced by a small toolbar. Ribbon boy ചെറിയ toolbar ആയി മാറുക. To view this, click the view tab. എന്താണ്? നമ്മുടെ ടാബിലുള്ള വ്യൂ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് റിബണിലുള്ള വ്യൂ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് the document view group click the full screen reading button. നമ്മൾ വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യുക, റിബണിൽ വരുമ്പോൾ അതിനകത്തുള്ള ഡോക്യുമെന്റ് വ്യൂ ഗ്രൂപ്പ്സിനകത്തുള്ള നമ്മൾ പല വ്യൂ ഉണ്ടെന്ന് നേരത്തെ പഠിച്ചില്ലേ? അതിനകത്തുള്ള എന്തെടുക്കുക? ഫുൾ സ്ക്രീൻ റീഡിംഗ് ബട്ടൺ എടുത്താൽ നമുക്ക് കാണാം. ആവശ്യം കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് റിബൺ സ്മാൾ ടൂൾ ബാർ കാണുന്നതിനകത്ത് നമുക്ക് ക്ലോസ് ഫെസിലിറ്റി ഉണ്ടാവുന്നതാണ്. അങ്ങനെ നോർമൽ കേസിലോട്ട് നമ്മുടെ പേജ് ലേഔട്ട് വ്യൂയിലോട്ട് ഇതിന് തിരിച്ചു വരും. കണ്ടില്ലേ? ഇതാണ് ഫുൾ സ്ക്രീൻ വ്യൂ. ഫുൾ സ്ക്രീൻ വ്യൂ വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ടൂൾ ബാർ ഉണ്ട്, ഇവിടെ ഒരു ക്ലോസ് ബട്ടണും ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ? സെലക്ടിങ് ദ പേജ് ഓറിയന്റേഷൻ. എന്താണ് പേജ് ഓറിയന്റേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡോക്യുമെന്റ് പ്രിന്റഡ് ഇൻ എ പോർട്രേറ്റ് ഓറിയന്റേഷൻ ആർ ലോങ്ങർ ദാൻ ദേ ആർ വൈഡ്. ഡോക്യുമെന്റ് പ്രിന്റഡ് ഇൻ എ പോർട്രേറ്റ് ഓറിയന്റേഷൻ ആർ ലോങ്ങർ ദാൻ ദേ ആർ വൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നീളം കൂടിയ പേജ് ആയിരിക്കും, വീതി കുറവായിരിക്കും. ഡോക്യുമെന്റ്സ് പ്രിന്റഡ് ഇൻ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ ആർ വൈഡർ ദാൻ ദേ ആർ ലോങ്. അന്നേരം വീതിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വിഡ്ത് വൈസ് ആയിട്ട് പേജിന്റെ നീളത്തിനേക്കാൾ കൂടുതൽ വീതിയിലുള്ള രീതിയിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് നമ്മൾ എന്ത് കാണുന്നതിന് ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ പറഞ്ഞ് നീളം കൂടുതലും വീതി കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന A4 സൈസ് എടുത്താൽ അതിന്റെ നീളം കൂടുതലായിരിക്കും, വീതി കുറവായിരിക്കും. അത് നമ്മൾ 90 ഡിഗ്രി ചരിച്ചാൽ ഏത് വേർഷനിലാവും? ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലാവും. ഓക്കെ, അങ്ങനെ വിഡ്ത് വൈസ് ആയിട്ട് എടുക്കണോ ലെങ്ത് വൈസ് ആയിട്ട് എടുക്കണം? ലെങ്ത് വൈസ് ആയിട്ട് നോർമലി കാണുന്ന രീതി പ്രിന്റ് ഔട്ടിൽ എടുക്കുന്നതിനെയാണ് പോർട്രേറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ വിഡ്ത് വൈസ് ആയിട്ട് വിഡ്ത് കൂടുതലും ലെങ്ത് കുറവും. അങ്ങനെയാണ് എന്ത് പറയുന്നത്? നമുക്ക് അതിനെ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ പറയും. ബൈ ഡിഫാൾട്ട് വേർഡ് ഈസ് ടു സെറ്റ് പ്രിന്റ് പേജസ് ഇൻ പോർട്രേറ്റ് ഓറിയന്റേഷൻ. നോർമൽ കേസിൽ നമ്മൾ ഏത് ഓറിയന്റേഷനിലാണ് കിടക്കുന്നത്? പോർട്രേറ്റ് ഓറിയന്റേഷൻ. എപ്പോഴെങ്കിലും ഓറിയന്റേഷൻ മാറ്റി നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. Previewing and printing a document. Use the print tab in the
backstage to view the preview a document before printing. Print out എടുക്കുമ്പോൾ എങ്ങനെ കാണാം? നമ്മൾ പേപ്പർ വെറുതെ പ്രിന്റ് ഔട്ട് എടുത്ത് വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രിന്റ് എടുക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് പ്രിന്റ് ടാബിൽ എന്ത് വിളിക്കുക? പ്രിവ്യൂ വിളിച്ചാൽ നമുക്ക് എങ്ങനെ പ്രിന്ററിൽ കാണാം, എടുക്കാൻ പറ്റും, കിട്ടും എന്ന് കറക്റ്റ് വ്യൂ കിട്ടും. Use the print tab to change the print setting. Print settings നമ്മൾ ഡീറ്റെയിൽസിൽ പഠിക്കും. ടോപ്പ് മാർജിൻ ഉണ്ട്, ബോട്ടം മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, മാർജിൻ സെറ്റിംഗിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നതെല്ലാം നമുക്ക് പ്രിന്റ് ടാബ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. To print a document, click the print button in the center pane of the print tab in the backstage view. Backstage viewയിലുള്ള പ്രിന്റ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. പ്രിന്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഓറിയന്റേഷൻ ഏത് വേണം, എങ്ങനെയാണ് മാർജിൻ സെറ്റിംഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. Exiting the word. To close the document without exiting the word, click the file tab and then on the navigation bar click the close button. നമുക്ക് വേഡിയിൽ നിന്ന് പുറത്ത് പോകണ്ട, ഫയൽ മാത്രം ക്ലോസ് ചെയ്താൽ മതിയെങ്കിൽ ഫയൽ ടാബിനകത്തുള്ള എന്ത് ക്ലിക്ക് ചെയ്യണം? ക്ലോസ് കമാൻഡ് ക്ലിക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? നമുക്ക് ഒരു ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഫയലിന്റെ അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഫയൽ ചെയ്യണം. പക്ഷെ നിലവിലുള്ള ഫയൽ ക്ലോസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് വേർഡ് എക്സിറ്റ് ചെയ്യേണ്ട. അതിനോട് എന്ത് ചെയ്യണം? ഫയൽ ടാബിനകത്തുള്ള എന്താണ് നാവിഗേഷൻ ബാറിലോ ഉള്ള എന്തെടുക്കാം? ക്ലോസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ടു എക്സിറ്റ് ദ വേർഡ് ക്ലിക്ക് ദ ക്ലോസ് ബട്ടൺ ഇൻ ദ അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദ ഡോക്യുമെന്റ് വിൻഡോ. അല്ലെങ്കിൽ ഒന്നാം മെനുവിനകത്തുള്ള എക്സിറ്റ് വേർഡ് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം? നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഡോക്യുമെന്റ് വിൻഡോയുടെ ക്ലോസ് ബട്ടൺ ഉണ്ട്. നമ്മൾ വിൻഡോയുടെ പാർട്സ് പഠിച്ചില്ല കഴിഞ്ഞ ദിവസം, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ബട്ടൺ. ആ വിൻഡോ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇതിനകത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇനി സമ്മറി, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു ഓവറോൾ സമ്മറി. യു ക്യാൻ വ്യൂ എ ഡോക്യുമെന്റ് screen in print layout view, full screen view, web layout view, outline view, draft view. The key elements of the screen in the print layout view are ribbon, quick access toolbar, insertion point, status bar, view buttons, zoom slider, etc. ഇതൊക്കെ നമുക്ക് ഈ വാക്കുകളൊക്കെ നമുക്ക് ഇപ്പം ഓർമ്മ വന്നതാണ്. When text is entered, the word draft feature എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡ് പോയി ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിൽ വരുന്ന ഫീച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർഡ് റാപ്പ് ഫീച്ചർ എന്ന് പറയുന്നത്. എപ്പോഴാണ് അടുത്ത ലൈനിലോട്ട് പോയാൽ അടുത്ത പാരഗ്രാഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. When the corrections and additions you need to made, you can place the insertion point anywhere within the document using the mouse or keyboard. എവിടെങ്കിലും ഒരു ലൈനിലെ രണ്ട് ലൈൻ ആക്കണമെങ്കിൽ എവിടെങ്കിലും കൊണ്ട് എൻ്റർ വെച്ചിട്ട് എൻ്റർ കീ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അടുത്ത പാരഗ്രാഫ് ആയിക്കോളും. ഏതെങ്കിലും ക്യാരക്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് കീസ് ഒക്കെ ഉപയോഗിക്കാം? ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇൻസർഷൻ പോയിന്റ് തൊട്ട് മുമ്പിലുള്ള അക്ഷരം കളയണമെങ്കിൽ ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം. അതിന്റെ അത് കഴിഞ്ഞുള്ള അക്ഷരം കളയണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഡിലീറ്റ് കീ ഉപയോഗിക്കാം. When you save the document for the first time, എന്താണ്? സേവ് ആസ് ഡയലോഗ് ബോക്സ് വരും. ഒരിക്കൽ സേവ് ചെയ്ത് പിന്നെയും നമ്മൾ സേവ് ചെയ്യുമെന്നാണ് സേവ് ആയിട്ട് സൂക്ഷിക്കുകയുള്ളൂ. നിലവിലുള്ള ഫയലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയൊക്കെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അന്നേരവും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സേവ് ആസ് ഉപയോഗിക്കാം. After you have saved a document for the first time, you use the save command to save your changes in the document, or use save as command to save it with a different file name or to a new location. ഇതൊക്കെ നമ്മൾ വിൻഡോസ് പഠിച്ചപ്പോൾ പറഞ്ഞാണ്. ഓക്കെ, നിങ്ങൾ ആവശ്യമുള്ളിടത്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. You can create new folders for storing documents in the save dialog box. Save dialog box തന്നെ ഫോൾഡർ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓപ്പൺ ഡയലോഗ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നുള്ള ലൊക്കേറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടും. സൂം സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടിയോ കുറയ്ക്കുകയോ നമുക്ക് കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി എന്താണ് ഫുൾ സ്ക്രീൻ റീഡിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ആ സമയത്ത് അതിന്റെ റിബണും സ്റ്റാറ്റസ് ബാറും എല്ലാം ഡിസപ്പിയർ ആവും. ഓട്ടോമാറ്റിക്കലി ഒരു സ്മാൾ ടൂൾ ബാർ മാത്രമേ മേളിൽ കാണുകയുള്ളൂ. You can use the orientation command to change the page orientation to portrait orientation or landscape orientation. മനസ്സിലായി? നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓറിയന്റേഷൻ ഉണ്ട്, പോർട്രേറ്റ് ഓറിയന്റേഷൻ, ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ. You can preview, നമുക്ക് നിലവിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ വ്യൂ കാണുന്നതിനാണ് എന്ന് പറയുന്നത് പ്രിവ്യൂ എന്ന് പറയുന്നത്. Or print a document by using print tab in the backstage view. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇനി നമുക്ക്
അടുത്ത വേർഡിന്റെ അടുത്ത സെഷനുമായിട്ട് വീണ്ടും കാണാം. ഫോർ ദ ടൈം ബീയിങ്, താങ്ക് യു ആൾ.